ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് 8 അറസ്റ്റ് ഓഫ് പേഴ്സൺ ചാപ്റ്റർ 5 അറസ്റ്റ് ഓഫ് പേഴ്സന്റെ ഒരു 35 മുതൽ ഒരു എത്ര വരെയാണ് നമ്മൾ പഠിച്ചിരുന്നത്? 38 വരെ. അറസ്റ്റ് റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻഡ് അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിംഗ് ഇന്ററോഗേഷൻ വരെ നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ അടുത്ത ക്ലാസ് ആണ്, അടുത്ത സെക്ഷൻ 39 മുതലാണ് ഇത് പറയുന്നത്, നമ്മൾ പഠിക്കുന്നത്. 39 അറസ്റ്റ് ഓൺ റെഫ്യൂസൽ ടു ഗീവ് നെയിം ആൻഡ് അഡ്രസ്. നമ്മൾ ഒരു പോലീസ് ഓഫീസർ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ അക്യൂസ്ഡ് പേഴ്സൺ അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും പറയുക എന്നുള്ളതൊരു കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവര് പേരും അവരുടെ അഡ്രസ്സും പറയാൻ റെഫ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നിയമപരമായി എടുക്കേണ്ട നടപടി എന്നാണ് ഇതിൽ പറയുന്നത്. സെക്ഷൻ 39 അറസ്റ്റ് ഓൺ റെഫ്യൂസൽ ടു ഗിവ് നെയിം ആൻഡ് റെസിഡൻസ് ആണ് പറയുന്നത്. 39 clause 1 when any person who is in the presence of a police officer has committed or has been accused of committing a non-cognizable offense ആണ്. അതാണ് അറസ്റ്റ്. അയാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യമുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാണ്. അയാൾ എന്ത് ചെയ്യാണ്? ഓൺ റെഫ്യൂസസ് ഓൺ ഡിമാൻഡ് ഓഫ് സച്ച് ഓഫീസർ ടു ഗിവ് ഹിസ് നെയിം ആൻഡ് റെസിഡൻസ് ഓർ ഗിവ് നെയിം ഓഫ് ഓർ റെസിഡൻസ് വിച്ച് such officer has reasons to believe to be false, he may be arrested by such officer in order that his name and address may be ascertained. അപ്പൊ അയാൾ ഒരു നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്, അതായത് അറസ്റ്റ് വിത്ത് വാറണ്ട് ആണ്. അയാളെ വിത്തൗട്ട് വാറണ്ടിൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമൊന്നുമില്ല. അയാളൊരു നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യുന്നു? അയാൾ പറഞ്ഞ പേരോ അഡ്രസ്സോ കറക്റ്റ് ആണെന്ന് പോലീസ് ഓഫീസർക്ക് മനസ്സിലാവുന്നില്ല. അതർവൈസ് അയാൾ മനസ്സിലാവുന്നില്ലെന്നല്ല, കളവാണെന്നാണ് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അയാൾ അത് വിസമ്മതിക്കുന്ന സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസർക്ക് എന്ത് ചെയ്യാം? ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ക്ലോസ് 1 പറയുന്നത്. when the true name and residence of such a person have been ascertained. പക്ഷേ ക്ലോസ് 2 പറയുകയാണ്, എപ്പോഴെങ്കിലും പിന്നീട് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇയാളുടെ അഡ്രസ്സും പേരും എല്ലാം കിട്ടുകയാണെങ്കിൽ he shall be released on a bond or bail bond to appear before magistrate if so required. മജിസ്ട്രേറ്റ് ആവശ്യപ്പെടുമ്പോൾ വരണം എന്നുള്ള കണ്ടീഷനിൽ ഒരു ബെയിൽ ബോണ്ട് കൊടുത്തുകൊണ്ട് അയാളെ ബെയിലിൽ വിടാവുന്നതാണ്. Provided that if such a person is not resident in India, the bail bond shall be secured by a surety or sureties resident in India. പക്ഷെ അയാള് ഇന്ത്യൻ റെസിഡന്റ് അല്ല എന്നുണ്ടെങ്കിലും ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ളവരുടെ ഷുവർട്ടി വേണം വാങ്ങിക്കാൻ. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. മനസ്സിലായല്ലോ? Provided that if such a person is not resident in India, Indian resident അല്ലെങ്കിൽ the bail bond shall be secured by a surety or sureties resident in India. ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ഷുവർട്ടിയുടെ സെക്യൂരിറ്റി വാങ്ങിയതിന് ശേഷം മാത്രമേ അയാളെ ബെയിൽ ബോണ്ടിൽ വിടാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി ക്ലോസ് 3 if the true name and residence of such a person is not ascertained within 24 hours, 24 ഹവേഴ്സിനകത്ത് വെച്ച് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ from the time of arrest, if he fails to execute the bond or bail bond, if so required to furnish sufficient sureties, he shall forthwith be forwarded to the nearest. അയാള് അങ്ങനെയുള്ള ഒരു പേഴ്സണ് നമ്മൾ 24 ഹവേഴ്സിനകത്ത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കണം. ഒരു അറസ്റ്റഡ് പേഴ്സണ് ഹാജരാക്കണമെന്നാണ്. പക്ഷെ 24 ഹവേഴ്സിനകത്ത് വെച്ച് ഇയാൾ പേരും ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? അയാളെ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷനിലുള്ള ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഹാജരാക്കാൻ സാധ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ പോലീസ് ഓഫീസർക്ക് പാലിക്കാം. ഇനി സെക്ഷൻ 40 അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പ്രൊസീജിയർ ഓൺ സച്ച് അറസ്റ്റ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഒരു പ്രൈവറ്റ് പേഴ്സണ്, അതായത് നമ്മളെ പോലുള്ള ഒരാൾക്ക് പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ എയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ പഠിച്ചിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ സഹായിക്കാം എന്നാണ് നമ്മൾ അതിൽ പഠിച്ചിരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം വരെയാണ്, ഒരു പബ്ലിക്കിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ സെക്ഷനുകൾ, ഈ അറസ്റ്റ് ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു കോമൺ മാൻ വരെ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രൊസീജിയറാണ്. Any private person may arrest or cause to be arrested by person who is in his presence commit a non-bailable cognizable offense. Non-bailable ആയിരിക്കണം, പക്ഷെ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ആയിട്ടുള്ളൊരു കേസ് ആയിരിക്കണം. എനി പ്രൊക്ലൈംഡ് ഒഫൻഡർ അല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡർ ആയിരിക്കണം. ഓർ വിത്തൗട്ട് അൺനെസസറി ഡിലേ
but within 6 hours from such arrest shall make over or cause to be made over any person so arrested to the police officer or in the absence of police officer take such a person or cause him to be taken in the custody to a nearest police station. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്, ഒരു പോലീസ് ഓഫീസർക്ക് അല്ല ഒരു പ്രൈവറ്റ് പേഴ്സണ് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം വന്നു. പക്ഷെ അയാൾ എങ്ങനെയുള്ള ഒരാളെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഒരു നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ഒരാളെ അല്ല അറസ്റ്റ് ചെയ്യുന്നത്. കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ഒരാളെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും 6 മണിക്കൂറിനകത്ത് ഒരു പോലീസ് ഓഫീസറെ ഈ അക്യൂസ്ഡ് പേഴ്സണെ കൈമാറിയിരിക്കണം. 6 മണിക്കൂറിനകത്ത് കൈമാറിയിരിക്കണം. അങ്ങനെ കൈമാറാനുള്ള ഒരു സാഹചര്യം വന്നില്ല എന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പ്രതിയെ കൊണ്ടുവന്ന് കൊടുക്കണം. മനസ്സിലായല്ലോ? If there is reasons to believe that such a person comes under the provision of subsection 1 of section 35, a police officer shall take him in custody. അപ്പോൾ നമ്മൾ 35 പറഞ്ഞു വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ടിന്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് വേണ്ടി വരുന്നതെങ്കിൽ ഇഫ് ദർ ഈസ് എ പോലീസ് ഓഫീസർ ഷാൽ ടേക്ക് ഹിം കസ്റ്റഡി, അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരം പോലീസ് ഓഫീസറിനുണ്ട്. ക്ലോസ് 3 പറയുകയാണ്, ഇഫ് ദർ ഈസ് എ റീസൺസ് ടു ബിലീവ് ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ് എ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആൻഡ് റെഫ്യൂസസ് ഓൺ ഡിമാൻഡ് ഓഫ് പോലീസ് ഓഫീസർ ടു ഗിവ് ഹിസ് നെയിം ആൻഡ് റെസിഡൻസ് ഓർ ഗിവ് നെയിം ഓർ റെസിഡൻസ് വിത്ത് which such officer has reasons to believe to be false, he shall be dealt with under the provision of section 39. If there is no sufficient reasons to believe that he has committed any offense, he shall be at once released. പക്ഷെ ഒരു നോൺ വെയിലബിൾ അല്ല, ഒരു വെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഒരു നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അയാള് ഈ റെഫ്യൂസസ് ഓൺ ഡിമാൻഡ് ഓഫ് എ പോലീസ് ഓഫീസർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾ അഡ്രസ്സ് കൊടുക്കാനും റെസിഡൻസ് പറയാനും അയാൾ എന്ത് ചെയ്യണം? ടു ഗിവ് ഹിം നെയിം ആൻഡ് റെസിഡൻസ് ഓർ ഗിവ് എ നെയിം ആൻഡ് റെസിഡൻസ് വിച്ച് സച്ച് റീസൺസ് ബിലീവ് അത് ഫാൾസ് ആണ് എന്ന് തോന്നുന്ന സാഹചര്യമാണ് ഈ ഷാൽ ബി ഡെൽറ്റ് വിത്ത് അണ്ടർ 39 പറയുന്നുണ്ട്. എന്താണ്? റെഫ്യൂസൽ ടു ഗിവ് ഹിസ് നെയിം ആൻഡ് അഡ്രസ് ആണ് 39 പറയുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇയാളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല, ചിലപ്പോ ചെയ്തിട്ടില്ല എന്നാണ് ഈ പോലീസ് ഓഫീസർക്ക് വിശ്വാസമെങ്കിൽ അയാളെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങ് വിടാം, ബെയിലിൽ വിടാം എന്നുള്ളതാണ് പറയുന്നത്. ഈ ഷാൽ ബി റിലീസ്ഡ് വൺസ് അറ്റ് വൺസ് റിലീസ്ഡ്, അയാളെ റിലീസ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ, അപ്പൊ അതെന്താണ് മനസ്സിലാക്കിയത്? അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ എന്താണ് മനസ്സിലാക്കിയത്? ഒരു പ്രൈവറ്റ് പേഴ്സണ് ഒരു അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു നോൺ ബെയിലബിളോ അല്ലെങ്കിൽ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസോ കമ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരാള് അറസ്റ്റ് ചെയ്യാം. പ്രൈവറ്റ് പേഴ്സണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് 6 മണിക്കൂറിനകത്ത് 6 hours ആണ് പറയുന്നത്. 6 മണിക്കൂറിനകത്ത് ഒരു പോലീസ് ഓഫീസറിന് കൈമാറിയിരിക്കണം. അങ്ങനെ കൈമാറാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കണം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പോലീസ് ഓഫീസർക്ക് എന്ത് ചെയ്യാം? ഇയാളെ ഈ പ്രൈവറ്റ് പേഴ്സണിൽ നിന്ന് മേടിച്ച് 35 പറയുന്ന കണക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണ് കോഗ്നൈസബിൾ ഒഫൻസ് ആണ് അല്ലെങ്കിൽ ഒരു ബെയിലബിൾ ഒഫൻസ് ആണ് ഇവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ബെയിലബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ട് എങ്കിൽ അയാളെ എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതാണ് സെക്ഷൻ 40 പറയുന്നത്. ഇനി 41 ആണ്. 41 എന്ന് പറയുന്നത് അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് പേഴ്സൺ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു മജിസ്ട്രേറ്റിന് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. When any offense is committed in the presence of a magistrate, whether executive or judicial within his local ministry, he may himself arrest or any person to arrest the offender and may thereupon subject to the provisions there herein contained as bail committed. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓടിച്ച് വായിച്ചു പോകുന്നേ ഉള്ളൂ, നിങ്ങൾ ഡയറക്റ്റ് വായിക്കണം. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മജിസ്ട്രേറ്റിന് ഒരാളെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഒരാൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം. അതർവൈസ് എന്ത് ചെയ്യാം, ഒരാളോട് അറസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം, സഹായം ആവശ്യപ്പെടാം. എനി മജിസ്ട്രേറ്റ് വെൻ എക്സിക്യൂട്ടീവ് ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണെങ്കിലും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണെങ്കിലും ഒരുപോലെ തന്നെയാണ്. എനി ടൈം അറസ്റ്റ് ഓർ ഡയറക്ട് ദ അറസ്റ്റ് ഇൻ ഈസ് പ്രസന്റ് വിതിൻ ഈസ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ എനി പേഴ്സൺ ഇൻ ഹൂസ് അറസ്റ്റ് ഈസ് കോമ്പിറ്റന്റ്. വാറണ്ട് പുറപ്പെടുവിക്കാൻ അർഹതയുള്ള ഒരു ആണെങ്കിൽ പോലും പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാവുന്നതാണ്. കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ചോദിക്കുകയാണെങ്കിൽ യെസ് ഓർ നോ ആണെങ്കിൽ യെസ് ആണ്, അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. 42 പറയുന്നത് എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ് ഫ്രം അറസ്റ്റ് ആണ്. അതിന് ചില പ്രത്യേക ആംഡ് ഫോഴ്സസിന് നമുക്ക് പിന്നെ BNS പ്രത്യേകം വകുപ്പുകൾ പറയുന്നുണ്ട് അല്ലേ, അവർക്ക് പ്രത്യേക നിയമങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 42 നോട്ട് വിസ്റ്റാൻഡിംഗ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 35 and 39 and 41 both inclusive, no member of armed forces of the union shall be arrested for anything done for or purport to be done by him in his discharge his duties, official duty except after obtaining. ഒരാള് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു, ഒരു ആംഡ് ഫോഴ്സിലുള്ള ഒരാൾ ഒരു കുറ്റം ചെയ്തിരിക്കുകയാണ്, പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യം വരുമ്പോൾ അയാളുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെന്റോട് കൂടി മാത്രമേ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ളൂ. അത്രയേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരത്തിൽ ആർമി വരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പോൾ അവരുടെ ഇതിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഡയറക്ട് ദ പ്രൊവിഷൻസ്, ഈ സബ്സെക്ഷനകത്തുള്ള ഈ പ്രൊവിഷൻസിന്റെ കാറ്റഗറി എല്ലാം മാറ്റാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത്രയേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളെ 42 പറയുന്നുള്ളൂ. ഇനി 43 അറസ്റ്റ് ഹൗ മെയ്ഡ്. അത് അടുത്തൊരു ക്ലാസ്സിൽ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഇനി കുറച്ച് ടൈമും കൂടെ ഉള്ളതുകൊണ്ട് അതും കൂടെ പറഞ്ഞു പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ രസകരമായിട്ടുള്ളതും പിന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 43. അറസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. Clause 1, 43 Clause 1. In making an arrest, the police officer or other person making the same shall actually touch or confine the body of the person to be arrested unless there be a submission to the custody by word or action, provided that there a woman is to be arrested unless the circumstances indicate to the contrary. Her submission to the custody on an oral intimation of arrest shall be presumed, and unless the circumstances otherwise required, unless the police officer is a female, the police officer shall not touch the person of a woman or making arrest. ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് പറഞ്ഞത് അല്ലേ. ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളെ ആദ്യം ചെയ്യേണ്ട എന്താണ്, നമ്മൾ പറയുകയാണ് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ, അയാളെ ടച്ച് ചെയ്യണം. യു ആർ അണ്ടർ അറസ്റ്റ്, നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഒരു വുമൺ ആണെന്നുണ്ടെങ്കിൽ, പോലീസ് ഓഫീസർ ഒരു മെൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല, വാക്കാൽ മാത്രമേ പറയാൻ പാടുള്ളൂ. വിമൻസിന് ചില പിന്നെ പ്രൊവൈസോസുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ആക്ച്വലി ടച്ച് ഓർ കൺഫൈൻ ദ ബോഡി ഓഫ് ദ പേഴ്സൺ ടു ബി അറസ്റ്റഡ്, തട്ടി പറയണം. അൺലെസ് ദെയർ ബി എ സബ്മിഷൻ ടു ദ കസ്റ്റഡി ബൈ വേർഡ്സ് ഓർ ആക്ഷൻ, പ്രൊവൈഡഡ് ദാറ്റ് വേറെ വുമൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തട്ടണ്ട, ദേഹത്ത് തൊട്ട് പറയണ്ട. വുമൻ പോലീസ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ദേഹത്ത് തൊടുന്നതിന് കുഴപ്പമില്ല. If such a person forcibly resist the endeavor to arrest him, അപ്പൊ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങ് നിന്നു കൊടുക്കുവോ? ഇല്ല അല്ലേ. അപ്പൊ അവന്മാരെന്ത് ചെയ്യും, രക്ഷപ്പെടാൻ ശ്രമിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ attempt to evade the arrest, such police officer or other person may use all means of necessary to the effect of the arrest. കുസ്തി പിടിച്ച് ബഹളം വെച്ച് എന്ത് ചെയ്യണം, അടിച്ച് പിടിച്ച് അറസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്ത് എഫേർട്ട് എടുത്തും അറസ്റ്റ് ചെയ്യാം. The police officer may, keeping in view in the nature of gravity of the offence, use the handcuff while making the arrest of person or while producing such a person before the court who is a habitual or repeat offender or who escaped from the custody or who is committed the offence or organized crime
terrorist act, drug-related crime or illegal possession or armed promotion, ammunition, murder, rape, acid attack, counterfeiting coins and currency if not, human trafficking, sexual offense against the children or offense against the state. അപ്പോൾ നമ്മൾ സാധാരണ കോടതിയിലൊക്കെ പോകുമ്പോൾ പ്രതികളെ ഒന്നും ഹാൻഡ് കഫ് ചെയ്ത് വരുന്നത് കാണാറില്ലല്ലേ. ചിലരെ പ്രതികളെ ഒന്നും ഹാൻഡ് കഫ് ചെയ്യാറില്ല, ചിലരെയൊക്കെ ഹാൻഡ് കഫ് ചെയ്യും. ഹാൻഡ് കഫ് ചെയ്യേണ്ട സാഹചര്യം വരുന്നത് ഈ താഴെ പറയുന്ന ഞാൻ വായിച്ചിട്ടുള്ള ചില കേസുകളിലൊക്കെയാണ്. ഒരു റേപ്പ് കേസിൽ, ഒരു മർഡർ കേസിൽ, കൗണ്ടർഫീറ്റിംഗ് കോയിൻ വരുന്നതിനകത്ത്, കുട്ടികളെ ഹറാസ് ചെയ്യുന്ന കേസിനകത്ത്, ആസിഡ് അറ്റാക്ക് ചെയ്ത ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ഒഫൻസുകൾ വരുമ്പോഴേക്കും അവരെ എന്ത് ചെയ്യാം, ഹാൻഡ് കഫ് ചെയ്യാമെന്നാണ് പറയുന്നത്. Nothing in this section gives a right to cause the death of a person who is not accused of an offence punishable with death or imprisonment for life. Nothing in this section gives the right to cause the death of a person who is not accused of an offence punishable with death or imprisonment for life. Save in exceptional circumstances. No. അത് വേറൊന്നുമില്ല. Right to cause the death of a person who is not the accused of an offence punishable with death. അയാൾ ഡെത്തിന് പണിഷബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ബാധകമില്ല. സേവ് ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് നോ വുമൺ ഷാൽ ബി. ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് വുമൻസിന് കൊടുത്തിട്ടുണ്ട്. അതാണ് ക്ലോസ് 5 പറയുന്നത്. നോ വുമൺ ഷാൽ ബി അറസ്റ്റഡ് ആഫ്റ്റർ സൺസെറ്റ് ഓർ ബിഫോർ സൺറൈസ്. And where such exceptional circumstances exist, the woman police officer shall, by making a written report, obtain the prior permission of the magistrate of the first class within whose local jurisdiction the offence is committed or arrest to be made. അതായത് സ്ത്രീകൾക്ക് ചില എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹത്ത് ടച്ച് ചെയ്യാൻ പാടില്ല. മെയിൽ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ, ഫീമെയിൽ ഓഫീസർ ആണെങ്കിൽ ടച്ച് ചെയ്യാം. അതിന് 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 6 മണിക്ക് മുന്നെയോ, അതായത് രാത്രിയിൽ സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ഒരു വുമനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അറസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ അവിടെ എന്താണ് പ്രൊവൈസോ ഉണ്ട്, ഏതെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് വരുന്ന സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് അറസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ അറസ്റ്റ്, യു ആർ അണ്ടർ അറസ്റ്റ് എന്നും പറഞ്ഞ് ബോഡിയിൽ തന്നെ ടച്ച് ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി 44 സെർച്ച് ഓഫ് പ്ലേസ് എൻറ്റേർഡ് ബൈ പേഴ്സൺ സോ ടു ബി അറസ്റ്റഡ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് കുറച്ചുണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് ഇത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് മാറ്റർ ആയതുകൊണ്ടാണ് ഈ 2 ക്ലാസ്സിലായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇനി നമ്മൾ 44 വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. 44 ആണ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു. എല്ലാവരും നല്ലോണം പഠിക്കുക. ഞാൻ നല്ല സ്പീഡിനാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് സ്പീഡിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ട് പഠിക്കാം. എൻ്റെ കൂടെ തന്നെ പഠിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BNSS എളുപ്പം പഠിച്ച് മാറ്റാവുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, താങ്ക് യു.